ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ടെപ്പേന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ വീട്ടിലുള്ള ചേരുവ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറഞ്ഞ അളവിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമ്മളൊന്ന് അരച്ചെടുക്കണം. മാറ്റി വെക്കാം. ഇനി നമ്മളൊരു ബൗളിലേക്ക് ഇവിടെ 1/2 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദ അല്ലെങ്കിൽ ഗോതമ്പൊടി ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി അവിടെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളിക്കൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും കേട്ടോ. ഒരു തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. വിസ്കൊക്കെ വെച്ച് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സായി കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്, ഏകദേശം ഈ ഒരു ഷേപ്പിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി എടുക്കാം കേട്ടോ. ഇവിടെ റോസ്റ്റഡ് ബ്രെഡ് ക്രംസ് ആണ്, അതുകൊണ്ടാണ് ഈ കളറായിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ ഇതുപോലത്തെ ഒരു സ്ലൈസ്ഡ് ചീസ് എടുത്തിട്ടുണ്ട്. അത് വെറുതെ ജസ്റ്റ് ബ്രെഡിൻ്റെ ഉള്ളിൽ ഒരു ഫില്ലിങ് പോലെ വെറുതെ വെക്കാൻ വേണ്ടിയിട്ടാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ഇതുപോലെ 2 പീസ് ബ്രെഡ് എടുത്തതിന് ശേഷം ആ ഒരു ബാറ്ററിലൊന്ന് കവർ ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിൽ ചീസ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിലും നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിക്ക് ബാറ്റർ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ലപോലെ എല്ലാ സൈഡും നമ്മളൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചൊരു എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. തിരിച്ചിടുമ്പോൾ നമ്മൾ 2 കയ്യിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം. 2 സൈഡ് ഒരു ഗോൾഡൻ കളറായതിനു ശേഷം നമുക്കത് കോരി മാറ്റാം. എത്ര ഉള്ളൂ, ഒരു 3-4 മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഓവർ സമയമൊന്നും എടുക്കില്ല. നമ്മൾ നോർമലായിട്ട് ബ്രെഡൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് കുറച്ചൊരു വ്യത്യാസമായിട്ടൊക്കെ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ ഒന്ന് മറക്കാതെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട്. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.